നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടുന്ന് സ്വഹാബികളോടൊപ്പം ഒരു യുദ്ധത്തിന് പുറപ്പെട്ടതായിരുന്നു. അങ്ങനെ യുദ്ധത്തിന് പോകുന്ന യാത്രക്കിടയിൽ അവർ ഒരു പ്രദേശത്ത് തമ്പടിച്ചു. ആ സന്ദർഭത്തിൽ ആളുകൾ കൂടിയിരുന്ന് വർത്തമാനം പറയുന്നതിനിടയിൽ ഏതോ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആകളെ പരിഹസിച്ചുകൊണ്ടൊരു വർത്തമാനം പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്ന ആളുകളാണ് ഖുർആകൾ. ഖുർആൻ കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും അത് എഴുതി രേഖപ്പെടുത്തുകയും അത് മനഃപ്പാഠമാക്കുകയും ഒക്കെ ചെയ്തിരുന്നവർ ഈ ഖുർആകളാണ്. ഇയാൾ പറഞ്ഞു, മാ റഅയ്തു അർഗബ ബുതൂനൻ മാ റഅയ്തു മിസ്ല ഖുർആഇന ഹഉലാഇ അർഗബ ബുതൂനൻ. നമ്മുടെ കൂട്ടത്തിലുള്ള ഈ ഖുർആകൾ ഉണ്ടല്ലോ, ഖുർആൻ പഠിക്കാൻ വേണ്ടി മാത്രമായി ഉള്ള ആളുകൾ, അവരെക്കാൾ ഭക്ഷണ കൊതിയന്മാരായ മറ്റു കൂട്ടരെ ഞാൻ കണ്ടിട്ടില്ല. വലാ അക്ദബ അൽസിനതൻ, അവരെക്കാൾ കളവ് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അവരെക്കാൾ വലാ അജ്ബന ഇൻദ ലിഖാ, യുദ്ധത്തിൽ ഇത്ര വലിയ പേടിത്തൊണ്ടന്മാരെ വേറെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആകളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സ്വഹാബിമാരിൽ ഒരാൾ പറഞ്ഞു, ലാ അറാക ഇല്ലാ മുനാഫിഖ, നീ ഒരു മുനാഫിഖാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ഇക്കാര്യം പറയുക തന്നെ ചെയ്യും. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇക്കാര്യം പറയുന്നതിനു വേണ്ടി അവിടുത്തെ അരികിലെത്തുന്നതിന് മുൻപ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആയത്ത് അവതരിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ പറഞ്ഞു, يحذر المنافقون أن تنزل عليهم سورة تنبئهم بما في قلوبهم. മുനാഫിക്കുകൾ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഹൃദയങ്ങളിലുള്ള കള്ളത്തരങ്ങൾ അള്ളാഹു പുറത്തു കൊണ്ടുവരുമെന്ന പേടിയാണ് അവരുടെ ഹൃദയത്തിലുള്ളത്. അവരുടെ ഉൾക്കള്ളികൾ അള്ളാഹു ഖുർആനിലെ അധ്യായങ്ങളിലൂടെ വിവരിക്കുമെന്ന് അവർ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പറയുന്നു, ഖുൽ ഇസ്തഹ്സിഉ ഇന്നല്ലാഹ മുഖ്രിജും മാ തഹ്ദറൂൻ. പറയുക അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ കളിയാക്കിക്കൊള്ളുക, അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിലുള്ളത് പുറത്തു കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വലഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്. അള്ളാഹുവിന്റെ റസൂലേ, അവർ പറഞ്ഞ ഈ വർത്തമാനത്തെക്കുറിച്ച് താങ്കൾ അവരോട് ചോദ്യം ചെയ്താൽ അവർ പറയും, ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, ഞങ്ങൾ തമാശ പറയുകയായിരുന്നു എന്നായിരിക്കും അവർ പറയുക. ഈ സഹാബിയെ കുറിച്ച് അവതരിച്ച ആയത്താണത്. ഈ മനുഷ്യനെ കുറിച്ച് അവതരിച്ച ആയത്താണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആകളെ പരിഹസിച്ച ആളോടാണ് അള്ളാഹു പറയുന്നത്. അയാളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അവനോട് ചോദിച്ചാൽ അവൻ പറയും, ഞങ്ങൾ തമാശ പറയുകയായിരുന്നു, ഞങ്ങൾ ആളുകളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി വിനോദം പറയുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു ചോദിക്കുന്നു, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. ചോദിക്കുക അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിനെയാണോ നിങ്ങൾ കളിയാക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? അല്ലാഹുവിന്റെ ആയത്തുകളെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? ലാ തഅ്തദിറൂ ഖദ് കഫർതും ബഅദ ഈമാനികും. നിങ്ങൾ ഇനി ഒരു ഒഴിവ് കഴിവും പറയേണ്ടതില്ല. നിങ്ങൾ മുഅ്മിനീങ്ങളായിരുന്നതിന് ശേഷം ഇതാ കാഫിറുകളായി തീർന്നിരിക്കുന്നു. നോക്കൂ, നിങ്ങൾ ദീനിനെ പരിഹസിക്കുക എന്നതിന്റെ ഗൗരവം നോക്കൂ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് ചോദിച്ചത്, നീ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഖുർആനിലെ ആയത്തുകളെയുമാണോ പരിഹസിക്കുന്നത് എന്നായിരുന്നു. അയാൾ യഥാർത്ഥത്തിൽ തമാശ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഖുർആൻ പഠിക്കാൻ വന്നിരുന്ന സഹാബികളെയായിരുന്നു. അയാൾ അള്ളാഹുവിനെ പരിഹസിച്ചിട്ടില്ല നേർക്കുനേരെ. അയാൾ അള്ളാഹുവിന്റെ റസൂലിനെ നേർക്കുനേരെ പരിഹസിച്ചിട്ടില്ല. അയാൾ അള്ളാഹുവിന്റെ ആയത്തുകളെ നേർക്കുനേരെ പരിഹസിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹു തിരിച്ചു ചോദിച്ചത്, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഖുർആനിലെ ആയത്തുകളെയുമാണോ നീ പരിഹസിക്കുന്നത് എന്നാണ്. എൻ്റെ സഹോദരങ്ങളെ, ദീനിനെ പരിഹസിക്കുക എന്നത് ഇന്നൊരു പ്രശ്നമില്ലാത്ത കാര്യമായിരിക്കുന്നു. മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ ഇതാ നോമ്പിനെ കുറിച്ച്, നിസ്കാരത്തെക്കുറിച്ച് കോമഡികൾ ഇറക്കുകയാണ്. അവൻ അഭിനയിക്കുകയാണ്. ആർക്ക് വേണം നിന്റെ അഭിനയം? ആർക്ക് വേണം നിന്റെ ഈ വൃത്തികെട്ട തമാശ? ആർക്കാണ് ഇത് ചിരി വരുത്തുന്നത്? അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങളെ പരിഹസിക്കുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. നീ കാഫിറായി മരിച്ചു പോകാൻ കാരണമാകുന്ന കാര്യമാണ്.
ഖുർആനിലെ ആയത്തുകളാണ് നീ കളിയാക്കുന്നത്? നോമ്പിനെയാണോ നീ കളിയാക്കുന്നത്? നിസ്കാരത്തെയാണോ നീ കളിയാക്കുന്നത്? അവൻ അഭിനയിക്കുകയാണ്. ആർക്ക് വേണം അവന്റെ അഭിനയം? ആർക്ക് വേണം അവന്റെ ഈ പ്രശസ്തി? ഇത് പരലോകത്ത് ചെന്നെത്തിയാൽ നിനക്ക് എന്തായി തീരുമെന്നാണ് നീ പ്രതീക്ഷിക്കുന്നത്? നീ എന്താണ് അള്ളാഹുവിനെ കുറിച്ച് വിചാരിക്കുന്നത്? നിന്റെ തമാശക്കുള്ളതാണോ ഖുർആൻ? നിന്റെ കോമഡി പറയാനുള്ളതാണോ ഹദീസുകൾ? നിനക്ക് ആളുകളെ കളിയാക്കാനും ചിരിപ്പിക്കാനും ഉള്ളതാണോ ദീൻ എന്ന് പറഞ്ഞാൽ? ആളുകളിൽ ചിലരിതാ ദീനിനെ കൊണ്ട് കളിയാക്കുകയാണ്, ഖുർആനിനെ കൊണ്ട്, ഹദീസിനെ കൊണ്ട്. അവന്റെ തമാശ അതാണ്. അത് കണ്ട് ചിരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഈ കുറ്റത്തിൽ പങ്കാളികളാണ്. ദീന് പരിഹസിക്കാനുള്ളതല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് നമുക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് കളിയാക്കാനല്ല, ജീവിതത്തിൽ പാലിക്കാനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞതെന്താ? ഇതാ താങ്കൾക്ക് നാം സഖീലായ, ഭാരമുള്ള, ഗൗരവപ്പെട്ട സന്ദേശമാണ് നൽകുന്നത് എന്നാണ്. ഇത് കളിയാക്കാനുള്ളതല്ല, ഇത് പരിഹസിക്കാനുള്ളതല്ല, തമാശ പറയാനുള്ളതല്ല. ചില ആളുകൾ ചിലപ്പോൾ ഖുർആനിലെ ഏതെങ്കിലും ആയത്തുകൾ അതിന് മലയാളത്തിലെ ഏതെങ്കിലും ഒരു വാക്കുമായി ബന്ധമുണ്ട് എങ്കിൽ അത് വെച്ച് പരിഹസിക്കും, അത് വെച്ച് തമാശ പറയും. ഖുർആനിലെ ആയത്ത് തമാശ പറയാനുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ തമാശ പറയാനുള്ളതല്ല. ചില ആളുകൾ പരദൂഷണം പറയാൻ തുടങ്ങുന്നതിന് മുൻപ് പറയും, വരൂ നമുക്ക് കുറച്ച് ഇറച്ചി തിന്നാം. ഇത് തമാശ പറയാനുള്ളതല്ല. നബി സല്ലല്ലാഹു വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പരദൂഷണത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് നീ ആ തിന്മ ചെയ്യുന്നതിന് മുൻപ് നീ പറയണം നമുക്ക് കുറച്ച് ഇറച്ചി തിന്നാൻ. എത്ര ഗൗരവമുണ്ടാ വാക്കിന്, എത്ര ഗൗരവമുണ്ടാ വാക്കിന്. അല്ലാഹു സുബ്ഹാനഹു വതആല താക്കീതായി പറഞ്ഞ കാര്യങ്ങൾ പോലും നിന്റെ തമാശകൾക്കാണ് നീ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ എൻ്റെ സഹോദര, നമ്മുടെ ഈമാനിൻ്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ദീനുമായി ബന്ധപ്പെടുന്ന തമാശ പറയരുത്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ, നീ നിനക്ക് തോന്നുന്നത് കൊണ്ട് കളിച്ചോളൂ, നിന്റെ ദീന് കൊണ്ട് കളിക്കരുത്. ദീന് നിനക്ക് തമാശയല്ല, ഇത് ഗൗരവപ്പെട്ട കാര്യമാണ്. മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില കുട്ടികൾ, ചിലർക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം, ഗൗരവം എന്താണെന്ന് ബോധ്യപ്പെടാത്തത് കൊണ്ടായിരിക്കാം, ഇതാ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ തമാശയാക്കിക്കൊണ്ട് ആളുകൾ അത് പ്രചരിപ്പിക്കുകയും ആളുകൾ അതിൻ്റെ പിറകിൽ കൂടും. ദീനിൻ്റെ ഗൗരവം നശിപ്പിക്കരുത്. ദീൻ തമാശയാക്കാനുള്ള കാര്യമല്ല. നിനക്ക് തമാശ പറയാൻ ദീനിനെ നീ കൂട്ടുപിടിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈമാനും ഇസ്ലാമും ഹൃദയത്തിൽ നിലനിർത്തുന്ന രൂപത്തിൽ ഫിത്നകളിൽ അകപ്പെടാതെ അല്ലാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.